ഞാൻ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ. ശൈലജയ്ക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. നല്ല ഓർമ്മയുണ്ട്. കൊല്ലം കുറച്ചൊന്നും അല്ല ബാല, 18 കൊല്ലം ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോ. പക്ഷേ അന്നും ഉണ്ട് ബാലേന്ദ്രൻ ഈ താടിയും ജുബയും. കേട്ടാച്ചാ, ബാലേന്ദ്രനായിരുന്നു കോളേജിൽ ബുദ്ധിജീവികളുടെ ഹീറോ. പാട്ടും വരയും എഴുത്തും നാടകവും എല്ലാം ഉണ്ടായിരുന്നു കക്ഷിക്ക്. ശരിക്കും 10 തലയുള്ള രാവണൻ അതാ. പിന്നെ ഡിഗ്രി മലയാളത്തിന് പഠിച്ചിരുന്ന ഒരു സീതക്കുട്ടിയെ കട്ടോണ്ട് പോയി കല്യാണം കഴിച്ച കഥയും ഓർമ്മയുണ്ട്. എവിടെയാ കക്ഷി ഇവളുടെ അമ്മ? കഥകൾ ഒരുപാടുണ്ട് പറയാൻ. ചില വാരികളിലൊക്കെ പൈങ്കിളി കഥകളുടെ കഥാസാരം കൊടുക്കും പോലെ പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കഥ. ഇപ്പൊ ഇവള് മാത്രമേ ഉള്ളൂ എനിക്ക്. അതാണ് ആ കഥയുടെ അവസാന വാചകം. മിടുക്കിക്കുട്ടി ഇങ്ങ് വന്നേ. പ്രതിഭ അല്ലേ? ഒരു ജീനിയസിന്റെ മകൾക്ക് ഇതിൽ കൂടുതൽ എന്ത് പേരാ വേണ്ടേ അല്ലേ? മോക്ക് വിശക്കുന്നുണ്ടോ? ശാലിനി, മോക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്ക. മോള് വാ. ചെല്ലേ. ആ വാ. ഞാനാണിപ്പോൾ അവൾക്ക് അച്ഛനും അമ്മയും. ഉമ്മ പോയിട്ടിപ്പോ 6 വർഷം. ചെറിയൊരു തലവേദനയായിട്ട് തുടങ്ങി. ആശുപത്രികളിലും RCCകളിലൊക്കെയായി 1.5 കൊല്ലം. ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ ശൈലജയുടെ നാട്ടിലുണ്ടാവും. ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞായറാഴ്ചയും വർക്കുണ്ട്. സ്കൂളില്ലാത്ത ദിവസം ഇവളെ വാടക വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട്. അറിയാലോ, കാലം മഹാമോശം. ബന്ധുക്കളും പരിചയക്കാരുമില്ലാത്ത സ്ഥലം. അപ്പോഴാ ശൈലജ ഓർമ്മ വന്നത്. ഓ നന്നായി, അങ്ങനെങ്കിലും എന്നെ ഒന്ന് ഓർത്തല്ലോ. ബാലൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞായറാഴ്ചകളിലെ മലയാളം പഠിക്കാൻ ഇവിടെ കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. നമ്മുടെ നാടൻ സായിപ്പന്മാരുടെ മക്കളാ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ കൂടെ കഥകളൊക്കെ കേട്ട് അവൾ ഇരുന്നോട്ടെ. ദാ അതിലൊരാളാ ഇത്. എന്താ വിവേക് രാവിലെ പാത്രമൊക്കെ ആയിട്ട്? എന്റെ ബർത്ത്ഡേയാ, മമ്മി തന്നു വിട്ടതാ പായസം. ഓ താങ്ക് യു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ടീച്ചർ. അല്ല, മലയാളം ടീച്ചർക്ക് ബർത്ത്ഡേ വിഷയാൻ മലയാളം കിട്ടിയില്ല ഇതുവരെ. അറിയാഞ്ഞിട്ടൊന്നുമല്ല. അതും കൂടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ ഇവനൊക്കെ എന്നെ അന്യഗ്രഹ ജീവിയായിട്ട് കാണും അല്ലടാ. ഇപ്പോ ഇവൻ അങ്ങനെയല്ല കരുതുന്നത് എന്നാണോ? പായസം വിവേകിന്റെ പിറന്നാളാ. സൺഡേസില് പകൽ അവളവിടെ ഇരുന്നോട്ടെന്ന് അയാൾ ചോദിച്ചത്. അവള് ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റ് ആണെന്ന്. പാട്ട് പാടുന്നോ ഡാൻസ് ചെയ്യുന്നോ ഒക്കെ കുറെ ബടായി. ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചാ പോകുന്നത്. നമ്മളൊരു കക്ഷി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ വേണ്ടേ. നിനക്കൊന്നും ട്യൂഷൻ ഉണ്ടോ? ഈ മലയാളം ട്യൂഷൻ ടീച്ചർ എങ്ങനെ വല്ലതും അറിയാവോ? നല്ല ടീച്ചറാ. ഓൾഡ് സ്റ്റോറീസ് ഒക്കെ കുറെ പറഞ്ഞു തരും. ഇവിടെ അമ്മ പിടിച്ചു വെച്ച് പുരാണകഥ പറയാൻ നോക്കിയാ പിടി കൊടുക്കാത്ത ആളാ. എന്തായാലും ഡിക്രൂസിന്റെ മോള് മലയാളം പഠിക്കാൻ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞപ്പോ ഇവനെ കൂടെ ചേർത്തത് നന്നായി അല്ലടാ. വയസ്സുകാലത്ത് നമ്മളെ ചീത്ത പറയാനുള്ള മലയാളെങ്കിലും പഠിക്കില്ലേ? കഥ കേട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടാ, നല്ല മാർക്ക് വേണം. ഓ വലിയ പാട്ടുകാരിയാണ്, ധൈര്യശാലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാടിക്കേ. പാടണോ? പാടണം. ദേ എല്ലാരും പ്രതിഭക്കുട്ടിയുടെ പാട്ട് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യാ. പാടിക്കേ. പുതിയ പാട്ടൊന്നും അല്ല കേട്ടോ, പഴയതാ. എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാ.
ഉണ്ണിയുടെ പരീക്ഷയ്ക്ക് മുമ്പ് എൻ്റെ മെറ്റേണിറ്റി ലീവ് തുടങ്ങുന്നത് ആശ്വാസം. കുറച്ച് ദിവസം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമല്ലോ. ഓഫീസിലിപ്പോൾ എൻ്റെ ഗർഭം എല്ലാവർക്കും തമാശ. 15കാരൻ്റെ ഇളയതായി ഒരു ചോരക്കുഞ്ഞ് വരുന്നതിൻ്റെ രസം. അവനിപ്പോഴും ഇത് വേണ്ടാൻ തന്നെയാണല്ലേ? വേണ്ടാന്ന് വെക്കാൻ തന്നെയാണ് അതെനിക്കും തോന്നിയതമ്മേ. ആളുകളുടെ പരിഹാസത്തെ പേടിച്ചിട്ടല്ല. ഉണ്ണിയുടെ പരീക്ഷയ്ക്ക് ഞാനും കൂടി ശ്രദ്ധിക്കാൻ അടുത്തില്ലെങ്കിൽ അവൻ ഉഴപ്പും, മാർക്കും പോവും. ഉണ്ണിയുടെ കുട്ടിത്തം മാറിത്തുടങ്ങി. ഇപ്പൊ അവനും എന്നിൽ നിന്ന് അകലുന്നത് പോലെ കുറെ കഴിഞ്ഞ് അമ്മ കൂടി പോയാ പിന്നെ ആരും എനിക്കില്ലാണ്ടാവൂന്നൊരു പേടി. പിന്നെ ഈ ഫ്ലാറ്റിന്റെ കുടിസിൽ ശരിക്കും ഞാൻ ഒറ്റയ്ക്കാവോളെ. ഉള്ളിലുള്ളത് ഒരു പെൺകുഞ്ഞാവണമെന്ന എന്റെ പ്രാർത്ഥന. എനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനും ഇടയ്ക്കൊന്ന് കരയാനും ഒരു കൂട്ടിന്. പതിനാല് വർഷത്തെ ഡിഫറൻസ്. അത് ശരിക്കും ഒരു ഡിഫറൻസ് തന്നെ. അല്ല, അനിതയ്ക്കിപ്പോ 38, 39. നോ 40. അബോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. സ്കാൻ പോലും ചെയ്യാതെ പെൺകുഞ്ഞാണെന്ന് ഉറപ്പിച്ചിരിക്കുക കക്ഷി. സഹായത്തിന് വന്ന് നിൽക്കുന്ന അമ്മയും പിന്താങ്ങി. ജെൻഡർ അല്ല പ്രശ്നം. ഈ പ്രായത്തിലൊരു നോർമൽ ഡെലിവറി ഇമ്പോസിബിൾ. അട്ടെ, ആരെയാ കാണിക്കണേ? ഡോക്ടർ ആനി ഫിലിപ്പ്. അവരും അത് പറഞ്ഞു. ഓ, ആ ഡേർട്ടി ബിച്ചാണോ? കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 10 കൊല്ലം ഞങ്ങളെ ഇപ്പൊ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ചുറ്റിച്ചവരാ. അല്ല, പുള്ളിക്കാരി എന്റെ വൈഫിനെ പോലെ തന്നെയാ. ഇതുവരെ പറ്റിട്ടില്ല, അതറിയോ? അവര് മാത്രമല്ല, എൻ്റെ അറിവിലൊരു 3-4 ഗൈനക്കോളജിസ്റ്റ് മച്ചികളാ. എനിക്ക് തോന്നുന്നത് ഈ ഭ്രൂണഹത്യയൊക്കെ ചെയ്യുന്നതിന്റെ ശാപമായിരിക്കും. ഏയ്, അതൊന്നും അല്ലെന്നേ. ഇവളുമാർക്ക് ഇത് തന്നെ സ്റ്റഡി ചെയ്തും കണ്ടും കേട്ടും നോക്കിയും കണ്ടും വീണ്ടും കണ്ടും ഇതൊക്കെ പറഞ്ഞും സെക്സിനോട് ഇൻട്രസ്റ്റേ പോയിട്ടുണ്ടാവും. ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, വജൈന, ഇതൊക്കെ കേട്ട ഉള്ള മൂടേ പോവും. അല്ല, അത് കേട്ട് ഞങ്ങളുടെ മൂടേ പോയി. പിന്നല്ലേ മറ്റുള്ളവര്. എന്തേ, നിനക്കും മൂട് പോയോ? അതല്ലടോ, ഞാൻ ആലോചിക്കുക, തനിക്ക് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം, എനിക്കിതാ ഒരെണ്ണം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ വിഷമം. ഈ സാധനം ഇല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഒരു വഴിയായി പോയനായിട്ട്. അത് ശരിയാ. മോനെ ഒരു 2 ലാർജ് കൊടുക്കണ്ട. അല്ല പിന്നെ അത് ഫിനിഷ് ചെയ്യും. കഴിഞ്ഞു.